ഫെബ്രുവരി 7 വൈകുന്നേരം 5:12 സംഭവം നടന്നിരിക്കുന്നത്. അത് കണ്ടവർ ഇതിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഗീതയുടെ മരണവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേവിയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും 2 കൂട്ടരുടെയും റിപ്പോർട്ടും ഇവിടെയുണ്ട്. ബോഡി കിട്ടിയിട്ടില്ല. പാറയിടുക്കിന് താഴെയുള്ള ഗുഹകളിൽ ബോഡി കുടുങ്ങിയാൽ കിട്ടാൻ പ്രയാസമാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അന്നാമ്മ ജേക്കബും അഞ്ജലി ജേക്കബും പിന്നെ ടി ജി തമ്പിയും വിറ്റ്നസ്സുകളായി ഒപ്പിട്ടിട്ടുമുണ്ട്. ഷുവർ. അഞ്ജലി ജേക്കബ്, ഗീത ജേക്കബ്, അന്നമ്മ ജേക്കബ് 3 പേരുടെ ഭാഗം അഞ്ജലി ജേക്കബിന്റെ പേരില ഉള്ളത്. ദാ ഇവിടെ ഒപ്പിടണം. അഞ്ജലി ആരാ? ദാ വരൂ. ദാ ഇവിടെ ഒപ്പിടൂ. പിന്നെ എനിക്കൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഒന്നിങ്ങി വന്നേ വന്നേ. കുട്ടിങ് വന്നേ, വിരലടയാളം എടുക്കണം. മേരി ഇയാളുടെ മകളാണെന്നുള്ളതിന് എന്താ തെളിവ്? ഈ മേരി 2 വയസ്സിലെ അവളുടെ അമ്മയുടെ ഒക്കത്തിരിക്കുന്ന ഫോട്ടോ ഉണ്ട്, അത് മതിയോ? അതല്ലടോ എനിക്ക് വേണ്ടത്. എനിക്ക് വേണ്ടത് ഒരു തെളിവാ. സാറിന്റെ തലയെ തൊട്ട് ഞാൻ സത്യം ചെയ്യാം. തന്റെ മകളാണ് ഇവളെന്നുള്ളതിന്റെ തെളിവാ എനിക്ക് വേണ്ടത്. കല്യാണ സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഇല്ല. മുത്താരംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലല്ലേ വിവാഹം നടന്നത്? എന്നാൽ അവിടെ പോയി ഒരു സർട്ടിഫിക്കറ്റ് മേടിച്ചോണ്ട് വാ. അത് പറ്റില്ല. അതെന്താ? അത് റോഡ് വീതി കൂട്ടിയപ്പോ അവന്മാരത് ഇടിച്ചു കളഞ്ഞു. അങ്ങനത്തെ അമ്പലമാണ്. ആ മാഷേ, ഇതൊന്ന് പിടിക്കോ. ഇപ്പൊ വരാട്ടോ. റിയലി? ഡോക്ടർ ഒന്നിങ്ങി വന്നേ. വാസവങ്ങൾ എന്താ പറയുന്നതെന്ന് കേട്ടെ. എന്താ? അല്ല, മാഷേ, ഞാനതങ്ങനെ തറപ്പിച്ചു പറയുന്നതല്ല. എൻ്റെ വെറുമൊരു തോന്നലാവാം. അതായത് ഇത്രയും നാൾ ഞാനത് അത്ര കാര്യമായിട്ട് എടുത്തിരുന്നില്ല. വളച്ചു കെട്ടാതെ കാര്യം പറങ്ങളെ. അഞ്ജലി ഉൾപ്പെടെ പലരും അവിടെ ഗീതയുടെ പ്രേതാത്മാവിനെ കണ്ടു എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനും പറയാം. ഞാനും കണ്ടു ഗീതയെ. എവിടെ വെച്ച്? അന്നാമ്മ ചേട്ടത്തി വീണ ദിവസം ഞാൻ അവിടേക്ക് വരികയായിരുന്നു. വഴിയിൽ പെട്ടെന്ന് തിരിഞ്ഞു വന്നൊരു ചുവന്ന കാറ്, അതിനുള്ളിൽ ഗീത. എൻ്റെ കാറിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഒരു മിന്നായം പോലെ ഞാൻ കണ്ടുള്ളൂ. വെറുതെ തോന്നിയതാകാമെന്നേ അന്ന് ഞാൻ കരുതിയുള്ളൂ. ഇതിനു മുമ്പ് കാർ ഇവിടെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇവിടെ എങ്ങും മുമ്പ് കണ്ടിട്ടുള്ള വണ്ടിയല്ല. തോട്ടം തൊഴിലാളികളുടെ ഇടയിൽ അല്പം നക്സൽ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പോലീസ് പറഞ്ഞിട്ടുണ്ട് അപരിചിതരെ കണ്ടാൽ ശ്രദ്ധിക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ എൻ്റെ കാറിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഏതോ ഫയലിൻ്റെ പുറത്ത് ആ നമ്പർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് തപ്പിയെടുക്കാം. തേടിയാ കിട്ടും. ആ ഫയൽ ഓഫീസ് തന്നെ ഉണ്ട്. നോക്കട്ടെ, കിട്ടിയ ഉടനെ ഞാൻ വിളിച്ചു പറയാം. വാസു സാറേ, എന്റെ അമ്മയാണ് ഞാൻ പറഞ്ഞത് വിശ്വസിക്കാൻ നല്ലത്. പറയണ്ട, വെറുതെ ഒന്ന് മിണ്ടായിരുന്നാ മതി. എന്താ സാറേ? ഇയാൾ വെറുതെ അച്ഛനാണ് അമ്മയാണെന്നൊക്കെ ആണയിടുന്നല്ലാതെ കൊച്ചുറാണിയുടെ മകളാണ് ഈ നിൽക്കുന്ന മേരി എന്നുള്ളതിന്റെ യാതൊരു തെളിവില്ല. കൊച്ചുറാണി ചത്തുപോയിന്ന്. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും സർട്ടിഫിക്കറ്റോ മറ്റോ ഉണ്ടോ? എന്ത് സർട്ടിഫിക്കറ്റ്? മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടോന്ന്. അതിന് എന്റെ മോൾ ഇവിടെ ജീവിച്ചിരിക്കല്ലേ, അവളെ തല്ലി കൊന്ന് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി തരാം. വേടാ. കൊച്ചുറാണിയുടെ മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടോന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. മരിച്ചിട്ട് 20 വർഷമായി, ഇതുവരെ കിട്ടിയില്ല. ഈ നാട്ടിൽ ഏത് സർട്ടിഫിക്കറ്റാ അപ്ലൈ ചെയ്തിട്ട് സമയത്തിന് കിട്ടുന്നത്? അതൊക്കെ പോട്ടെ. താനായി തങ്കപ്പനാശാരി എന്നുള്ളതിന് ഞങ്ങൾക്ക് എന്താ തെളിവ്? സാറ് കുറച്ച് മരം വാങ്ങിച്ചതാ. ഞാൻ സാറിനൊരു ശവപ്പെട്ടി ഉണ്ടാക്കി തരാം. അപ്പൊ അറിയാം ആചാരിയാണോ മൂച്ചാരിയാണോ. എടോ, തന്റെ കയ്യിൽ വല്ല ഫോട്ടോ ഐ ഡി ഉണ്ടോന്ന്? ഉണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. എന്നാ അതിങ്ങെടുക്ക. ഇത് തന്റെയാണോ? പിന്നെ തന്റെയാണോ? എടോ, ഈ ഫോട്ടോ തന്റെയാണോന്ന്? എന്റെ തന്നെയാന്ന്. 7 വർഷം മുമ്പ് എടുത്തിട്ടുള്ള ഫോട്ടോ ആണ്. ഇതിന് മുടി പോയിട്ടുണ്ടെന്നുള്ളൂ, അത്രേ ഉള്ളൂ വ്യത്യാസം. നോക്ക.
ആ ഇത് ഇത്തിരിയല്ല, കുറച്ച് കൂടുതൽ പോയിട്ടുണ്ട്. ഇതിവിടെ ശരിയാവില്ല. ഇയാളെന്താ മനുഷ്യരെ കളിയാക്ക? നോക്കട്ടെ, ഞാനൊന്ന് നോക്കട്ടെ. ഇത് അയാളുടെ ലൈസൻസ് ആണെന്ന്. ഈ ഫോട്ടോ അയാളുടെതാണ്. ആ, നല്ല ചായ. തങ്കു നാക്കം നീട്ടി. പഴയ ഫോട്ടോ അന്ന് ഞാനൊരു സുന്ദരനായിരുന്നു. ഇപ്പൊ ഷുഗർ വന്ന് ഞാനൊന്ന് ഓഞ്ഞു പോയി. പക്ഷെ ഇതുകൊണ്ട് അധികം പുറത്തിറങ്ങി നടക്കരുത്. വനം വകുപ്പ് കണ്ട പിടിച്ച് കാട്ടിക്കൊണ്ടുവിടും. ഇങ്ങോട്ട് താടാ കൊരുങ്ങ. ദാ, നോക്കട്ടെ. എന്താ ഇങ്ങനെ? എടോ, ഈ തെളിവ് വെച്ച് തനിക്കുള്ള ചെക്ക് ഞാൻ മൃഗശാലയെ കൊണ്ട് കൊടുക്കേണ്ടി വരും. മര്യാദയ്ക്ക് തന്തയും മോളും തെളിവും കൊണ്ടുപോവാ, എന്നിട്ട് തരാം ഷെയറും പയറും ഒക്കെ. അതുവരെ ചെക്ക് ഇവിടെ രജിസ്ട്രാർ അതിലുണ്ടാവും. ഇറങ്ങി പോടി, ഇറങ്ങി പോടാ. ഇത് എവിടെ കൊണ്ടുവച്ച്? യെസ്, TN01 AK 5657. ഹലോ, നിങ്ങൾ എന്നെ അന്വേഷിക്കുകയാണല്ലേ? അരുത്, അങ്ങനെ ഒരു അബദ്ധം കാണിക്കരുത്. ആരാ 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 ഇത്? ഗീത, നിങ്ങൾ ഇന്നെന്റെ വീട് വാങ്ങിയില്ലേ? പക്ഷേ അത് നിങ്ങളുടേതാകും മുമ്പ് ആ വീടിനെ കുറിച്ച് വലിയൊരു രഹസ്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ മുടക്കിയ പണം നഷ്ടപ്പെടുമെന്നല്ലാതെ ആ വീട് ഒരിക്കലും നിങ്ങളുടെ സ്വന്തമാവില്ല. എന്താ? നേരിൽ പറയാം, പക്ഷേ നമ്മൾ കണ്ടുമുട്ടുന്ന വിവരം ആരും അറിയരുത്. അതിനു മുൻപും അതിനുശേഷവും. എവിടെയാ? നാളെ പുലർച്ചയ്ക്ക് പള്ളിയിൽ വരൂ, ഞാൻ അവിടെ ഉണ്ടാവും. ഹലോ ഹലോ